പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നു വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അവിനാശി തു തത് വിദ്ധി യേന സർവം ഇദം തദം വിനാശം അവ്യയസ്യ അസ്യ ന കശ്ചിത് കർത്തും അർഹതി. ഇനി അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. യേന ഇദം സർവം തദം തത് തു അവിനാശി ഇതി വിദ്ധി അവ്യയസ്യ അസ്യ വിനാശം കർത്തും കശ്ചിത് ന അർഹതി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ അർജുനനെ ഓരോ ശ്ലോകത്തിലൂടെ തന്നെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മത്തിൻ്റെ മഹത്വത്തെ പറ്റിയാണ് വിവരിക്കുന്നത്. അങ്ങനെ അർജുനൻ്റെ മനസ്സിലുള്ള ആശങ്കകൾ, ആ കൽമഷം അത് മാറ്റുവാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. യാതൊന്നിൽ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം തന്നെ വ്യാപരിക്കപ്പെട്ടിരിക്കുന്നുവോ അത് അവ്യയമാണ്, നാശമില്ലാത്തതാണെന്ന് അല്ലയോ അർജുന നീ അറിഞ്ഞാലും. നാശരഹിതമായ അതിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് സാരം. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ചൈതന്യത്തെ പരമാത്മാവ് അഥവാ ബ്രഹ്മമെന്ന് പറയപ്പെടുന്നു. നമസ്തേ.